ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിലായി പാക് കടലിടുക്കിൽ സ്ഥിതി ചെയ്യുന്ന ചെറിയൊരു ഭൂപ്രദേശം, അതാണ് കച്ചദ്വീപ്. അഗ്നിപർവ്വത സ്ഫോടനത്തിലൂടെ 14-ാം നൂറ്റാണ്ടിൽ സമുദ്രമധ്യത്തായി രൂപപ്പെട്ടതാണ് 285 ഏക്കറോളം വരുന്ന ദ്വീപ്. ഇവിടെ ജനവാസം സാധ്യമല്ല. ശുദ്ധജല ലഭ്യത ഇല്ല എന്നതാണ് ദ്വീപിൽ സ്ഥിരതാമസം സാധ്യമല്ലാത്തതിന് പിന്നിലെ കാരണം. തമിഴ്നാട്ടിൽ നിന്നും ശ്രീലങ്കയിൽ നിന്നുമുള്ള മത്സ്യത്തൊഴിലാളികൾ അവരാണ് നൂറ്റാണ്ടുകളായി ദ്വീപിനെ ഇടത്താവളമായി ഉപയോഗിച്ചു വരുന്നത്. അവർ മീൻ പിടിക്കാനും വലകൾ ഉണക്കാനും വിശ്രമത്തിനുമൊക്കെയായി അവർ ഈ ദ്വീപിനെ ആശ്രയിച്ചു പോരുന്നു. നമുക്കൊക്കെ അറിയാവുന്നതാണ്, ശ്രീലങ്കയ്ക്ക് ഏറ്റവും അടുത്തായി വരുന്ന ഇന്ത്യൻ ഭൂപ്രദേശം എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ രാമേശ്വരമാണ്. രാമേശ്വരത്തിന്റെ വടക്ക് കിഴക്ക് ഭാഗത്തു നിന്നും 33 കിലോമീറ്റർ അകലെയാണ് കച്ചദ്വീപിന്റെ സ്ഥാനം. അതുപോലെ ശ്രീലങ്കയിലെ ജാഫ്നയിൽ നിന്നും ദ്വീപിലേക്കുള്ള ദൂരം 62 കിലോമീറ്റർ. ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കാനാവും തമിഴ്നാടിനെ, പ്രത്യേകിച്ച് രാമേശ്വരത്തെ സംബന്ധിച്ചിടത്തോളം തൊട്ടടുത്തുള്ള ഒരു പ്രദേശമാണ് കച്ചദ്വീപ് എന്ന കാര്യം. അതുപോലെ ഒരു കാലത്ത് ഇരു രാജ്യങ്ങൾക്കുമിടയിലെ തർക്കങ്ങൾക്കും ഈ ദ്വീപ് ഒരു കാരണമായിരുന്നു. ബ്രിട്ടീഷ് ഭരണകാലത്തായിരുന്നു തർക്കത്തിന്റെ ആരംഭം. തുടക്കത്തിൽ സിലോണും മദ്രാസ് സർക്കാരും തമ്മിലായിരുന്നു തർക്കം. 1921 കാലഘട്ടത്തിൽ ഇക്കാര്യങ്ങൾ വീണ്ടും സജീവമായി. ബ്രിട്ടീഷ് കോളനികളായിരുന്നു അന്ന് ഇന്ത്യയും സിലോണും. തർക്കം ഉയരാനുള്ള കാരണം ഒരു സർവേ ആയിരുന്നു. മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് അതിരുകളെ നിർണ്ണയിക്കുന്നതിന്റെ ഭാഗമായി നടത്തിയ സർവേയിൽ കച്ചദ്വീപിനെ സിലോണിന്റെ ഭാഗമായാണ് അടയാളപ്പെടുത്തിയത്. എന്നാൽ ഇന്ത്യയിൽ നിന്നുള്ള ബ്രിട്ടീഷ് പ്രതിനിധി ഈ തീരുമാനത്തെ അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല. ദ്വീപിന്റെ ഉടമസ്ഥാവകാശം രാമേശ്വരത്തിലെ രാമനാഥപുരത്തെ രാംനാഥ് രാജവംശത്തിനാണെന്നാണ് ചൂണ്ടിക്കാട്ടിയത്. അതോടെ പ്രദേശത്തിന് മീതെയുള്ള അവകാശ തർക്കങ്ങൾ പരിഹരിക്കപ്പെടാതെ പോയി. ചരിത്രപരമായ അവകാശങ്ങളാണ് കോളനി വാഴ്ചക്കാലത്തെ തർക്കങ്ങളെ പരിഹരിക്കാനായി മാനദണ്ഡമാക്കിയിരുന്നത്. മധ്യകാലത്തിന്റെ ആദ്യഘട്ടത്തിൽ ഇവിടവും പാമ്പൻ ദ്വീപ് ഉൾപ്പെടെ സിലോണിലെ ജാഫ്ന രാജവംശത്തിന്റെ നിയന്ത്രണത്തിലായിരുന്നു. എന്നാൽ 17-ാം നൂറ്റാണ്ടായപ്പോഴേക്കും പ്രദേശത്തിന്റെ ആധിപത്യം രാമേശ്വരത്തിനടുത്തുള്ള രാമനാഥപുരം രാജവംശത്തിനായി. ഇതെല്ലാമാണ് ഇരു രാജ്യങ്ങളും ചരിത്രപരമായ അവകാശവാദങ്ങൾ ഉന്നയിച്ചതിന് പിന്നിലെ കാരണം. പിന്നീട് 1974 ജൂണിലാണ് കാര്യങ്ങൾ മാറി മറിഞ്ഞത്. അന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയായിരുന്നു. ശ്രീലങ്കയുടേത് സിരിമാവോ ബന്ധാരനായികയും. 1974 ജൂൺ 26 മുതൽ 28 വരെ ഇരു രാജ്യങ്ങൾക്കിടയിലും വലിയ ചർച്ചകൾ നടന്നു. പാക് കടലിടുക്കിലെ അതിർത്തി നിർണ്ണയിക്കണം, അതിനായി നിലവിൽ ഇരു രാജ്യങ്ങൾക്കിടയിലുള്ള തർക്കങ്ങൾ പരിഹരിക്കണം എന്നതായിരുന്നു ചർച്ചയുടെ വിഷയം. പാക് കടലിടുക്ക് മുതൽ ആദംസ് ബ്രിഡ്ജ്, അതായത് രാമസേതു വരെയുള്ള സമുദ്രഭാഗം, അതിന്റെ അതിർത്തികൾ സംബന്ധിച്ച് നിലനിന്നിരുന്ന തർക്കങ്ങളാണ് പരിഹരിച്ച് നിർണ്ണയിക്കേണ്ടിയിരുന്നത്. ചർച്ചകൾക്കൊടുവിൽ ഇരു രാജ്യങ്ങളും ഒരു കരാറിൽ ഒപ്പുവെച്ചു. അതാണ് ഇൻഡോ ശ്രീലങ്കൻ മാരിടൈം എഗ്രിമെന്റ്. 1974 ജൂൺ 28 ഇരു രാജ്യങ്ങളും സംയുക്ത പ്രസ്താവനയും പുറത്തിറക്കി. സമുദ്ര അതിർത്തി തർക്കങ്ങൾ പരിഹരിക്കാനായി കച്ചദ്വീപ് ശ്രീലങ്കയ്ക്ക് വിട്ടുകൊടുക്കുക എന്നതായിരുന്നു ഇന്ത്യൻ സർക്കാർ എടുത്ത തീരുമാനം. എന്തുകൊണ്ടാണ് ഇന്ത്യ ഇത്തരത്തിലൊരു വിട്ടുകൊടുക്കലിന് തയ്യാറായത് എന്നതിനെപ്പറ്റി നിഗമനങ്ങളുണ്ടായി. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അക്കാലത്ത് കച്ചദ്വീപിന് വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ടായിരുന്നില്ല. തരിശു ഭൂമിയാണ്, നയതന്ത്രപരമായ വലിയ പ്രാധാന്യമില്ലാത്തതാണ് എന്നും പ്രദേശം പരിഗണിക്കപ്പെട്ടു. മാത്രമല്ല, ഇന്ത്യ പ്രദേശത്തിന് മേലുള്ള അവകാശവാദം അവസാനിപ്പിക്കുകയാണെങ്കിൽ തെക്കൻ അയൽരാജ്യവുമായുള്ള ബന്ധം കൂടുതൽ ആഴത്തിലുള്ളതാക്കാമെന്നും ഇന്ദിരാഗാന്ധി കണക്ക് കൂട്ടിയിട്ടുണ്ടാകും. ശ്രീലങ്കയ്ക്ക് വിട്ടുകൊടുത്തുവെങ്കിലും മത്സ്യബന്ധന അവകാശം വ്യക്തമാക്കാത്ത കരാർ ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികൾക്ക് കച്ചദ്വീപിന് ചുറ്റും മീൻ പിടിക്കാനും ദ്വീപിൽ വല ഉണക്കാനുമുള്ള അനുവാദം നൽകുന്നതായിരുന്നു. എന്നാൽ 2 വർഷങ്ങൾക്ക് ശേഷം 1976 ആദ്യത്തേതിന് അനുബന്ധമായി മറ്റൊരു കരാർ കൂടി ഇന്ത്യ കൊണ്ടുവന്നു. രാജ്യം അടിയന്തരാവസ്ഥയിലൂടെ കടന്നുപോയ സമയത്തായിരുന്നു ഈ സംഭവം. 1976 കരാർ ഇരു രാജ്യങ്ങളിലെയും സമുദ്ര അതിർത്തികൾ, പ്രത്യേക സാമ്പത്തിക മേഖല എന്നിവയെല്ലാം വ്യക്തമാക്കുന്നതായിരുന്നു. ഇരു രാജ്യങ്ങളിൽ നിന്നുമുള്ള മത്സ്യബന്ധന കപ്പലുകൾക്കും മത്സ്യത്തൊഴിലാളികൾക്കും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിനുള്ള വ്യവസ്ഥകൾ ഈ കരാറിൽ അടങ്ങിയിരുന്നു. അതുപ്രകാരം വ്യക്തമായ അനുമതിയില്ലാതെ ഇരു രാജ്യങ്ങളുടെയും അധീനതയിലുള്ള കടലിൽ പരസ്പരം മത്സ്യബന്ധനം നടത്തുന്നത് നിരോധിക്കുകയും ചെയ്തു. മന്നാർ ഉൾക്കടലിനും ബംഗാൾ ഉൾക്കടലിനുമിടയിലെ സമുദ്ര അതിർത്തി നിർണ്ണയിക്കുന്നതിന് വേണ്ടി രൂപപ്പെടുത്തിയ 2ാമത്തെ കരാർ വാസ്തവത്തിൽ പ്രതീക്ഷിക്കാത്ത പല തിരിച്ചടികൾക്കുമുള്ള ഒരു തുടക്കമായിരുന്നു. തുടക്കത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ലെങ്കിലും വർഷങ്ങൾക്ക് ശേഷം കരാർ വ്യവസ്ഥകൾ ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികൾക്ക്, പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ നിന്നുള്ളവർക്ക് വലിയ തിരിച്ചടിക്കുള്ള കാരണമായി. 7 വർഷങ്ങൾ കടന്നുപോയി. 1983 ശ്രീലങ്ക വലിയൊരു ആഭ്യന്തര യുദ്ധത്തിനുള്ള വേദിയായി. തമിഴ് വംശജരും സിംഹളരും തമ്മിലുണ്ടായ ഏറ്റുമുട്ടൽ ശ്രീലങ്കയിൽ രൂക്ഷമായ കാലം. തമിഴ്നാട്ടിൽ നിന്നും മത്സ്യബന്ധനത്തിന് പോയ മത്സ്യത്തൊഴിലാളികളെ ലങ്കൻ നാവികസേന
വിരോധത്തോടെ കാണുന്ന അവസ്ഥയുണ്ടായി. എങ്കിൽ പോലും ആഭ്യന്തര യുദ്ധസമയത്ത് LTTEയുടെ നിയന്ത്രണത്തിലുള്ള വടക്കൻ അതിരിലൂടെ ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികൾക്ക് അവർ പതിവായി മത്സ്യബന്ധനം നടത്തിയിരുന്ന പ്രദേശങ്ങളിലേക്ക് കടക്കാൻ കഴിഞ്ഞിരുന്നു. 1999 ലങ്കയിൽ ആഭ്യന്തര കലാപം അവസാനിച്ചു. അതോടെ സമുദ്ര അതിർത്തിയിലെ നിയന്ത്രണങ്ങൾ ശ്രീലങ്ക കർശനമാക്കാനും ആരംഭിച്ചു. അതിനെ തുടർന്ന് കച്ചത്തീവിലും പരിസര പ്രദേശങ്ങളിലും മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും പ്രശ്നങ്ങളും രൂക്ഷമാകാൻ തുടങ്ങി. ക്രമേണ കച്ചത്തീവ് ഭാഗത്ത് മീൻപിടുത്തത്തിന് ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികൾക്ക് അനുവാദമില്ലാത്ത അവസ്ഥയുണ്ടായി. സമുദ്ര അതിർത്തി കടന്നുവന്ന കുറ്റത്തിന് മത്സ്യബന്ധനത്തിനായി പോയ ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികളെ ശ്രീലങ്കൻ നാവികസേന അറസ്റ്റ് ചെയ്യുന്ന സംഭവങ്ങളും പതിവ് വാർത്തയായി. പിടിക്കപ്പെടുന്ന മത്സ്യത്തൊഴിലാളികളെ ലങ്കൻ നാവികസേന ക്രൂരമായി പീഡിപ്പിക്കുന്നു എന്നും അവരുടെ വള്ളവും വലയും പിടിച്ചെടുക്കുന്നു എന്നുമുള്ള പരാതികൾ വ്യാപകമായി. തമിഴ്നാട്ടിൽ ഇത് വലിയ പ്രക്ഷോഭങ്ങൾക്ക് കാരണമായി. തമിഴ്നാട്ടിൽ നിന്നുള്ള മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പരമ്പരാഗതമായി ലഭിച്ചു വന്നിരുന്ന കച്ചത്തീവിന് ചുറ്റും മീൻ പിടിക്കാനുള്ള അനുവാദമാണ് നഷ്ടമായത്. മറ്റൊരു വാദവും അവർ ഉയർത്തുന്നുണ്ട്. കച്ചത്തീവിന്റെ പടിഞ്ഞാറൻ അതിർത്തിയിൽ നിന്നും 1 മൈൽ അകലെയാണ് സമുദ്ര അതിർത്തി വരുന്നത്. അതിനാൽ തന്നെ കച്ചത്തീവ് ഭാഗത്ത് മീൻ പിടിക്കാൻ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത് നിയമപരമായി ശരിയല്ല എന്നതാണ്. സമുദ്ര അതിർത്തിയിൽ മത്സ്യബന്ധനത്തിന് പോകുന്നവർ അതിർത്തി ലംഘിച്ചു എന്ന കുറ്റത്തിന് ശ്രീലങ്കൻ നാവികസേനയുടെ പിടിയിലാകുന്നതും മോചനം വൈകുന്നതുമെല്ലാം കുടുംബങ്ങൾക്ക് വലിയ ദുരിതങ്ങൾക്ക് കാരണമായി. കച്ചത്തീവിന്റെ പടിഞ്ഞാറൻ അതിർത്തിയിൽ നിന്നും 1 മൈൽ അകലെയാണ് സമുദ്ര അതിർത്തി വരുന്നത്. അതിനാൽ തന്നെ കച്ചത്തീവ് ഭാഗത്ത് മീൻ പിടിക്കാൻ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത് നിയമപരമായി ശരിയല്ല എന്നാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. സമുദ്ര അതിർത്തിയിൽ മത്സ്യബന്ധനത്തിന് പോകുന്നവർ അതിർത്തി ലംഘിച്ചു എന്ന കുറ്റത്തിന് ശ്രീലങ്കൻ നാവികസേനയുടെ പിടിയിലാകുന്നതും മോചനം വൈകുന്നതുമെല്ലാം കുടുംബങ്ങൾക്ക് വലിയ ദുരിതങ്ങൾക്ക് കാരണമാകുന്നു. നിലവിൽ ചില ഇളവുകൾ കച്ചത്തീവിൽ ശ്രീലങ്ക അനുവദിച്ചിട്ടുണ്ട്. മത്സ്യബന്ധനം അനുവദിക്കില്ല. ദ്വീപിൽ വലയുറക്കാനും വിശ്രമിക്കാനും മാത്രമാണ് ഇന്ത്യയിൽ നിന്നുള്ള മത്സ്യത്തൊഴിലാളികൾക്ക് അനുമതി. ദ്വീപിലെ സെന്റ് ആന്റണീസ് കത്തോലിക്ക പള്ളി സന്ദർശിക്കാനും അനുമതിയുണ്ട്. ദ്വീപിലെ ആകെയുള്ള നിർമ്മിതി എന്ന് പറയാവുന്നത് 20-ാം നൂറ്റാണ്ടിൽ പണികഴിപ്പിച്ച ഈ പള്ളി മാത്രമാണ്. സമുദ്ര അതിർത്തിയിൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട തർക്കങ്ങളിൽ ശ്രീലങ്ക അവരുടെ നിലപാട് വ്യക്തമാക്കുന്നുണ്ട്. സമുദ്ര വിഭവ ശോഷണം ശ്രീലങ്കയിലെ മത്സ്യത്തൊഴിലാളികളെ പ്രതികൂലമായി ബാധിക്കുന്നു എന്നാണ് അവരുടെ നിലപാട്. വലിയ ഇന്ത്യൻ ട്രോളറുകൾ മത്സ്യം വലിയ തോതിൽ പിടിക്കുന്നതും ബോട്ടുകൾക്കും വലകൾക്കും കേടുവരുത്തുന്നതും അവരെ അലോസരപ്പെടുത്തുന്നുണ്ട്. ഇന്ത്യൻ സമുദ്രഭാഗത്ത് മത്സ്യം കുറഞ്ഞതോടെ ഇവിടത്തെ മത്സ്യത്തൊഴിലാളികൾ കൂടുതലായി ശ്രീലങ്കൻ സമുദ്ര പ്രദേശത്തേക്ക് കടന്നു ചെല്ലുന്നത് പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു എന്നാണ് ശ്രീലങ്ക പറയുന്നത്. തമിഴ്നാട്ടിൽ വലിയൊരു രാഷ്ട്രീയ വിഷയമായി കച്ചത്തീവ് ഇടയ്ക്കിടെ ഉയർന്നു വരാറുണ്ട്. വ്യാപക പ്രതിഷേധങ്ങളും സമരങ്ങളും നടന്നിട്ടുമുണ്ട്. രാംനാഥപുരം രാജ്യത്തിന്റെ ചരിത്രപരമായ നിയന്ത്രണ അധികാരം, മത്സ്യത്തൊഴിലാളികളുടെ പാരമ്പര്യ അവകാശങ്ങൾ ഇതെല്ലാം ഉയർത്തിക്കാട്ടിക്കൊണ്ട് ദ്വീപ് ഇന്ത്യ തിരിച്ചെടുക്കണമെന്ന ആവശ്യവും ശക്തമാണ്. 1991 തമിഴ്നാട് നിയമസഭ കച്ചത്തീവ് വീണ്ടെടുക്കണമെന്ന പ്രമേയം പാസാക്കി. 2 കച്ചത്തീവ് കരാറുകളും റദ്ദാക്കുക എന്ന ആവശ്യമായിരുന്നു 2008 സുപ്രീം കോടതിയിൽ ജയലളിത സമർപ്പിച്ച ഹർജിയിലെ ആവശ്യം. തമിഴ്നാട് സംസ്ഥാനത്തോട് കൂടിയാലോചിക്കാതെ നടത്തിയ കൈമാറ്റമായിരുന്നു കച്ചത്തീവിന്റേതെന്നാണ് സംസ്ഥാനത്തെ രാഷ്ട്രീയ കക്ഷികളെല്ലാം ആക്ഷേപം ഉയർത്തുന്നത്. കാലാവധിയില്ലാത്ത പാട്ട വ്യവസ്ഥയിൽ ദ്വീപ് ഏറ്റെടുക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. 2014 മദ്രാസ് ഹൈക്കോടതിയിൽ വന്ന ഒരു പൊതു താൽപര്യ ഹർജിയിൽ കേന്ദ്ര സർക്കാരിന്റെ നിലപാട് കാര്യങ്ങൾ വ്യക്തമാക്കുന്നതാണ്. ഒരു ഇന്ത്യൻ പ്രദേശവും വിട്ടുകൊടുത്തിട്ടില്ല. അതിനാൽ വീണ്ടെടുക്കൽ ചോദ്യം ഉയർന്നു വന്നിട്ടില്ല എന്നായിരുന്നു വിഷയത്തെപ്പറ്റി കേന്ദ്ര സർക്കാരിന്റെ നിലപാട്. ബ്രിട്ടീഷ് ഇന്ത്യയും സിലോണും, അതായത് ഇപ്പോഴത്തെ ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള തർക്കമായാണ് പ്രശ്നം രൂപപ്പെട്ടതെന്നും അത് 1974-ലും 1976-ലും കൊണ്ടുവന്ന കരാറുകളിലൂടെ പരിഹരിച്ചു എന്നും കേന്ദ്ര സർക്കാർ കോടതിയെ അറിയിക്കുകയാണ് ഉണ്ടായത്. കച്ചത്തീവ് പ്രദേശത്തിന് മീതെ ശ്രീലങ്കയ്ക്കുള്ള പരമാധികാരം തീർപ്പാക്കിയ വിഷയമാണ്. ഇന്ത്യയിൽ നിന്നുള്ള മത്സ്യത്തൊഴിലാളികൾക്ക് അവിടെ മീൻ പിടിക്കാനുള്ള അവകാശം നിലനിൽക്കുന്നതല്ല എന്ന കാര്യവും സർക്കാർ വ്യക്തമാക്കുകയുണ്ടായി. 2014-ലും ഇതേ കാര്യം സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്കെത്തിയതാണ്. 107 തമിഴ് മത്സ്യത്തൊഴിലാളികളെയാണ് അന്ന് അതിർത്തി ലംഘിച്ചു എന്ന കുറ്റത്തിന് ശ്രീലങ്ക അറസ്റ്റ് ചെയ്തത്. മത്സ്യത്തൊഴിലാളികളെ മോചിപ്പിക്കാനായി സുപ്രീം കോടതിയുടെ ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി പരിഗണിച്ചപ്പോൾ കേന്ദ്ര സർക്കാരിനെ പ്രതിനിധീകരിച്ച അറ്റോർണി ജനറൽ മുഗൾ റോത്തഗി നിലപാട് വ്യക്തമാക്കുകയും ചെയ്തു. 1974-ൽ ശ്രീലങ്കയ്ക്ക് പോയി പ്രദേശമാണ് കച്ചത്തീവ്. ഇപ്പോൾ ഇത് തിരിച്ചെടുക്കണമെങ്കിൽ നമ്മൾ യുദ്ധത്തിന് പോകണോ എന്നതായിരുന്നു ചോദ്യം. ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികളെ സമുദ്ര മേഖലയിലേക്ക് പ്രവേശിപ്പിക്കുന്നതിനോട് ശ്രീലങ്കൻ മത്സ്യത്തൊഴിലാളികൾക്കും ശക്തമായ എതിർപ്പാണുള്ളത്. ഒരു കാലത്ത് ഒത്തൊരുമയോടെ മത്സ്യബന്ധനം നടത്തിയവരാണ് ഇരു കൂട്ടരും. കടലിന്റെ അതിർത്തികളും തർക്കങ്ങളൊന്നും അവർക്കിടയിൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ കാര്യങ്ങളെല്ലാം മാറിയിരിക്കുന്നു.
പാക് കടലിടുക്കിൽ സമുദ്ര അതിർത്തി തർക്കങ്ങൾ പരിഹരിക്കാനായി വിട്ടുകൊടുത്ത ഒരു തരിശ് ദ്വീപ് മാറിവന്ന കാലത്തിനൊപ്പം വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമാവുകയാണ്. കച്ചദ്വീപ് തിരിച്ചെടുക്കുക എന്നത് പ്രായോഗികമല്ല. അതിസമർത്ഥമായ ഒരു നയതന്ത്ര ഇടപെടലിലൂടെ മാത്രമേ ഈ വിഷയത്തിൽ കൃത്യമായ ഒരു പരിഹാരം കണ്ടെത്താനാവൂ. ഇരു രാജ്യങ്ങളുടെയും താല്പര്യങ്ങളെ പരിഗണിക്കുന്നതും വികാരങ്ങളെ മുറിവേൽപ്പിക്കാത്തതുമാകണം പരിഹാരം. അത് സാധ്യമാകുമോ എന്നതാണ് ചോദ്യം. ഭൂപ്രദേശങ്ങൾക്ക് മീതെ എടുക്കുന്ന തീരുമാനങ്ങൾ ഭാവിയിലെ വലിയ തർക്കങ്ങൾക്കുള്ള കാരണങ്ങൾ ആകുമെന്ന കാര്യം ചരിത്രം വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്.